ഹായ് എവരിവൺ. ഇപ്പോൾ ഇൻസ്റ്റയിലും യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വൈറലായി നിൽക്കുന്ന ഒരു മാസ്ക് ഉണ്ട് കേട്ടോ, കോഫിയും എഗ് വൈറ്റും കൊണ്ടുള്ള മാസ്ക്. ആ മാസ്കാണ് ഇന്ന് ട്രൈ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു എഗ്ഗിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ട്, പക്ഷെ അത് അത്ര കോഫി ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ. ഞാനൊരു യൂട്യൂബ് ചാനൽ കണ്ട് വീഡിയോ റെഫർ ചെയ്തിട്ടാട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിലാദ്യം ചെയ്യുന്നത് എന്താ വെച്ചാൽ എഗ് വൈറ്റിൻ്റെ കോഫീൻ്റെ മിക്സ് നമ്മുടെ മുഖത്തേക്ക് നന്നായിട്ട് ഒരു ലെയർ പോലെ ഫസ്റ്റ് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ മിക്സ് എങ്ങനെ ഉണ്ടാക്കുന്നത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഏകദേശം മുഖത്തെ എല്ലാവരുടെയും ഈക്വലായിട്ട് ഒരു ലെയർ പോലെ ഫസ്റ്റ് മുഖത്തെ എല്ലാവരും തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കോലം കണ്ടിട്ട് ചിരിക്കാനുണ്ട് എൻ്റെ ഹോസ്റ്റലിലത്തെ റൂംമേറ്റ്സ് എല്ലാവരും കൂടിയിട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ നമ്മുടെ ടിഷ്യൂ മേലെ ഒട്ടിച്ച് കൊടുക്കുക എന്നുള്ളത്. ടിഷ്യൂ ഒട്ടിക്കുമ്പോൾ അത്യാവശ്യം വലിയ ടിഷ്യൂ ആയിട്ട് ഒട്ടിക്കാൻ തന്നെയായിട്ട് നോക്കുക. മാക്സിമം തിൻ ലെയറായിട്ട് തന്നെ ചെയ്യണം. എന്നാലാണ് നമുക്കത് എഫക്റ്റീവായിട്ട് പീൽ ചെയ്യുമ്പോൾ അത്ര എഫക്റ്റീവായിട്ടുള്ളൊരു റിസൾട്ടായിട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഒരു വലിയ ടിഷ്യൂ എടുത്തിട്ട്, വലിയ പീസ് ഓഫ് ടിഷ്യൂ എടുത്തിട്ട് നമ്മുടെ ഫേസിൽ കവർ ചെയ്യുന്ന രീതിയിൽ എല്ലാവരുടെയും ഈക്വലായിട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഒരു ലെയറും കൂടി തേക്കുക. ഈ ടിഷ്യൂ വയ്ക്കുന്ന കാര്യമായിട്ട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടത് അത് തിൻ ലെയർ തന്നെ ആയിട്ട് കിട്ടണം. തിക്കായി കഴിഞ്ഞാൽ അത്രയും എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടത്തില്ല. പിന്നെ ഈ പാക്ക് എന്ന് പറയുന്നത് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. വീക്ക്ലി വൺസോ അല്ലെങ്കിൽ ഒരു 2 വീക്സ് കൂടുമ്പോൾ മാത്രം ചെയ്താൽ മതി. നമ്മുടെ പോഴ്സ് ക്ലീൻ ചെയ്യാനും വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും റിമൂവ് ചെയ്യാനായിട്ട് ഈ മാസ്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കേട്ടോ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം, എന്തായാലും മിനിമം ഒരു 20 മിനിറ്റ്സ് എങ്കിലും നമുക്ക് ഇതിനെ കീപ്പ് ചെയ്ത് വെക്കണം ഡ്രൈ ആവാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഫേസിൽ എപ്പോൾ ഡ്രൈ ആവുന്നോ, അതായത് സംസാരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ വലിഞ്ഞ് വരും, ആ രീതി ആകുമ്പോഴാണ് ഇത് ശരിക്കും എടുക്കേണ്ടത്. അപ്പോഴാണ് അത് പീൽ ചെയ്യാൻ റെഡി ആയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാവാം. അതുകൊണ്ട് പീൽ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയത് മൂക്കിൻ്റെ അവിടുത്തെ പീൽ ചെയ്തപ്പോഴാണ് ഗൈസ്. അത് ഞെട്ടിയത് എന്തിനാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ലൈവായിട്ട് എന്തായാലും കാണിച്ചു തരാം. മൂക്കിനടുത്ത് പീൽ ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എഫക്റ്റീവ്ലി വർക്കാവുന്ന ഒരു മാസ്ക് തന്നെയാണ് കേട്ടോ. ലൈറ്റ് ആയിട്ടും കാണുമോയെന്ന് അറിയത്തില്ല. കാണുന്ന മൈന്യൂട്ട് വൈറ്റ് കളർ എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ വൈറ്റ് ഹെഡ്സ് ആണ്. എല്ലാം പീൽ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ വാട്ടർ യൂസ് ചെയ്തിട്ട് തന്നെ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് റിസൾട്ടാണ് കിട്ടിയെന്ന് വെച്ചാൽ ഇൻസ്റ്റൻ്റായിട്ട് ഒരു നല്ല ബ്രൈറ്റ്നസ് കിട്ടും. നമ്മുടെ പോർട്സ് ആയാലും നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സൊക്കെ അത്യാവശ്യം നന്നായിട്ട് റിമൂവ് ആയി പോവും. ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ നമുക്ക് ഒരു എഗ്ഗ് വേണം കേട്ടോ. ഒരാൾക്ക് ഒരു എഗ്ഗ് എന്തായാലും വേണ്ടി വരും. കുറച്ച് പെൻഡിങ് വന്നാലും ഒരു എഗ്ഗ് വേണ്ടി വരും. അതിൻ്റെ വൈറ്റ് മാത്രം എടുക്കുക. പിന്നെ കോഫി പൗഡർ എടുക്കുക. ഞാൻ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി എടുക്കുക. അതുണ്ടെങ്കിൽ കുറച്ചും ടാനും കൂടി റിമൂവ് ആയി പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം. ഇത് മൂന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മാസ്ക് എഫക്റ്റീവ് ആണ് ഗൈസ്. അപ്പോൾ എന്തായാലും പോയി ട്രൈ ചെയ്യാം. ഓക്കെ, ബൈ.